ചെസ്റ്റർ ബെഡൻ എന്ന നിരീശ്വരൻ പറഞ്ഞു, ദൈവമെന്ന് ഒരുവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ശവകുടീരം സർപ്പങ്ങളാൽ ആവസിക്കപ്പെടട്ടെ. ശവകുടീരം നോർത്ത് ബെൽട്ടൺ എന്ന സ്ഥലത്ത് നമുക്ക് കാണാം. 82-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ദ ഡിഫൻഡർ എന്ന അമേരിക്കൻ മാസികയുടെ പത്രാധിപരായിരുന്ന ജെറാൾഡ് വീൽ റോഡ് പറയുന്നു, ശവം അടക്കുന്നതിന് അല്പം മുൻപ് കുഴിയിൽ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ കൊന്നിട്ടാണ് ശവമഞ്ചം കുഴിയിൽ ഇറക്കി വെച്ചത്. അന്ന് തന്നെ 4 വലിയ പാമ്പുകളെ അവിടെ കൊന്നു. പാമ്പുകളെ കാണാറില്ലാത്ത സ്ഥലത്ത് അനേകം പാമ്പുകളെ കണ്ട് കുഴിവെട്ടുകാർ അത്ഭുതപ്പെട്ടു. ദൈവത്തെ വെല്ലുവിളിച്ച ചെസ്റ്റർ ബെഡലിൻ്റെ ആ വാക്കുകളുടെ പൊള്ളത്തരം ലോകം അറിയാനിടയായി. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വെങ്കൽ പ്രതിമ തൻ്റെ സ്മാരകമായിട്ടുണ്ടാക്കി. ആ പ്രതിമയുടെ വലങ്കരം ഉയർത്തിപ്പിടിച്ചിരുന്നു. സാർവദേശീയ ബുദ്ധിസ്വാതന്ത്ര്യം എന്നെഴുതിയ ഒരു ചുരുൾ ആ കയ്യിൽ പിടിച്ചിരുന്നു. വലതുകാലം കൊണ്ട് ഒരു ചുരുൾ ചവിട്ടിയിരുന്നു. ആ ചുരുൾ ബൈബിളിനെ പ്രതിനിധീകരിക്കുന്നതും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉല്ലേഖനം ചെയ്തു തരുന്നതുമായ ഒരു പുസ്തകമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ദൈവം ഉണ്ടെങ്കിൽ, ബൈബിളിൽ വാസ്തവമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദേഹത്തിൽ പാമ്പുകൾ ആവസിക്കട്ടെ. എന്തൊരു അത്ഭുതം! സംസ്കാരത്തിന് ശേഷം ആ ഭാഗം മുഴുവൻ പാമ്പുകളാൽ നിറഞ്ഞു. ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ അനുഭവമില്ലാത്തവരാണ്. ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മുടെ അനുഭവമാണ്. നാം വലഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് തളർന്ന് നാം ദൈവത്തോട് യാചിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൊടിയ പ്രശ്നങ്ങൾ പോലും നിമിഷ നേരത്തിനുള്ളിൽ യേശുക്രിസ്തു വന്ന് മാറ്റിത്തരുന്നത് നമ്മുടെ അനുഭവമാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക.